ഹലോ, ഇന്ന് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേകിച്ച് 90s കിഡ്സിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ചില സന്ദർഭങ്ങളോടെയാണ് കൊണ്ടുപോകുന്നത്. വേറൊന്നല്ല, 80കളിലെ ഒരു കല്യാണ സദ്യയും പാർട്ടിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാട്ടോ. ഒന്ന് കണ്ടോക്കെ. ഇതാണ് പണ്ടത്തെ വീടുകളിലെ എല്ലാ കല്യാണ വീടുകളിലും കാണാറുള്ള വെൽക്കം ബോർഡ് ഇട്ടാ. ചെന്തെങ്ങിൻ്റെ കുറച്ച് നാളികേരം രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ടാവും. ഇതാണ് അന്നത്തെ ഫ്രീക്കന്മാരിട്ടാ. നമ്മുടെ രാജാക്കന്മാരിൽ രാജാവായ അംബാസഡർ കാറ്. അന്നൊക്കെ ഞങ്ങളുടെ വേഷം മിക്കവാറും ട്രൗസറും ഷർട്ടൊക്കെയാണ്. പണ്ടൊരു ഹാപ്പി എന്ന് എഴുതിയൊരു ബനിയൻ ഉണ്ടായിരുന്നു. അതാണ് അന്നത്തെ ലേറ്റസ്റ്റ്. അരിയും പൂവും ഒക്കെ ഇട്ടിട്ട് പയ്യൻ്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് പെണ്ണ് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. കാറിൻ്റെ മുന്നിൽ കണ്ടായിട്ടിരിക്കുന്നത് ക്രേപ്പ് പേപ്പർ, അന്നത്തെ മെയിൻ അരങ്ങുകൊണ്ടുള്ള അലങ്കാരം കേട്ടോ. ശബ്ദത്തിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, കഫക്കെട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നത്തെ പോലെ റോസപ്പൂക്കളും വലിയ വലിയ പൂക്കളൊക്കെ വെച്ചിട്ടുള്ള അലങ്കാരങ്ങളൊന്നുമല്ല, കളർ കടലാസുകളാണ് അന്നത്തെ മെയിൻ. പിന്നെ യാത്രയിലുടനീളം കാണുന്ന കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടായിരിക്കും വീഡിയോഗ്രാഫർ ഫ്രണ്ടിലത്തെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇന്നത്തെ പോലെ ടൂ വീലേഴ്സൊക്കെ വിരളറിട്ടാ. കണ്ട ആ രാജവീതി നോക്കി നോക്കിയ എന്തൊരു തലയെടുപ്പല്ലേ. മിക്കവാറും കാൽനട യാത്രക്കാരും അതുപോലെ സൈക്കിൾ യാത്രക്കാരൊക്കെ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. ഇന്നത്തെ പോലെ തലയുയർത്തി നിൽക്കുന്ന വലിയ ബിൽഡിങ്ങുകളൊന്നും അന്നില്ല. ഇതാ കല്യാണ വീട്ടിലേക്ക് എത്തി. ഇനി ആണ് കല്യാണ മാമാങ്കം. ഞാനിതിൽ വധുവരന്മാരുടെ മുഖമൊന്നും കാണിക്കുന്നില്ല, കാരണം പ്രൈവസിയെ മാനിച്ചിട്ട്. ഒരു പക്ഷെ അവർക്ക് ഇതുപോലെ വീഡിയോയിൽ അവരെ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, അതുകൊണ്ട് മാത്രം കാണിക്കാതിരിക്കുന്ന കേട്ടോ. വരൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ പെൺവീട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നിറപറ നിലവിളക്കൊക്കെ കൊളുത്തി വരനെയും വരൻ്റെ വീട്ടുകാരെയും സ്വീകരിച്ചു. അന്നൊക്കെ പല കളറിലുള്ള പേപ്പറുകൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അരങ്ങാക്കിയിട്ടാണ് കേട്ടോ അലങ്കാരങ്ങളൊക്കെ. ഞങ്ങൾ ചൈന പേപ്പർ എന്ന് പറയും. അതുപോലെ പൂക്കൾ ഉണ്ടാക്കും കടലാസ് കൊണ്ട്. കംപ്ലീറ്റ് അരങ്ങ കൊണ്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ അന്നത്തെ മെയിൻ എന്ന് പറയുന്നത് മാല ബൾബായിരുന്നു. അത് വരൻ്റെ ആങ്ങള വരനെ വധുവിൻ്റെ വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റുന്ന ചടങ്ങാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഭക്ഷണമായി. അന്നത്തെ സദ്യക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇന്നത്തെ പോലെ കോൺട്രാക്റ്റ് കൊടുക്കലൊന്നല്ല. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം ഒരു വൈകിട്ട് ഒരു 4 മണിക്ക് തൊട്ടൊരു പിടിയുണ്ട്. അതൊരു ആഘോഷം തന്നെയാണ് കേട്ടോ. അതായത് വെജിറ്റബിൾസ് നുറുക്കുക, കറികൾ ഉണ്ടാക്കുക. ആ വീട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൈകോർത്ത് ഉണ്ടാക്കുന്നതായിരുന്നു സദ്യ. ഒരു പ്രധാനപ്പെട്ട ഒരു പാചകക്കാരനുണ്ടായിരിക്കും. അവർക്ക് കറിക്ക് വേണ്ട പച്ചക്കറികൾ നുറുക്കുക, നാളികേരം ചെരുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് എപ്പോഴും പാട്ടും കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മനോഹരമായൊരു സായന്തനം. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആഘോഷം തന്നെയാണ്. കല്യാണ മാമാങ്കം എന്ന് പറയില്ലേ, അത് തന്നെയാണ് ആ സമയത്ത്. ബന്ധുക്കളൊക്കെ ഒരാഴ്ച മുൻപ് തന്നെ വീടുകളിലുണ്ടാവും. ക്ലീനിങ് ആയിട്ടും അലങ്കാര പണികളായിട്ടും അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടും ഒരു പ്രത്യേക ഒരു ഉത്സവ പ്രതീതിയാണ്. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കാനിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട് കേട്ടോ. നാളികേരം ശരിക്കും നാളികേരമൊക്കെ അതിൽ നിന്ന് പാലെടുക്കുന്നൊരു പ്രക്രിയ. അത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള തണ്ടും തടിയുള്ള ആൾക്കാരാണ് അതിനിരിക്കുക. കാരണം നാളികേരം പിഴിയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒരു തോർത്തുമുണ്ടിലോ അല്ലെങ്കിൽ വലിയൊരു തുണിയിലോ ശരിക്കും നാളികേരം വെച്ചിട്ട് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്ന് പറഞ്ഞിട്ട് പായസത്തിന് വേണ്ടിയുള്ള സംഭവങ്ങൾ പിഴിയണ. 3-ാം പാല് പിഴിയാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം 2 പാല് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് അധികം കിട്ടാത്ത അവസ്ഥയായിരിക്കും 3-ാമത്തെ ആ നാളികേരം ചിരിക്കാൻ. അപ്പോൾ അത് പിഴിയാൻ നല്ല ശക്തി തന്നെ വേണം. അതിൻ്റെ ഒപ്പം ആൾക്കാർക്ക് ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് ചെറിയ കുപ്പി ഉണ്ടാവും കേട്ടോ. ഇന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ വഴക്കിലും അടിയിലാണ് ഇതൊക്കെ അവസാനിക്കുക. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സൗഹൃദപരമാണ് എല്ലാ ആൾക്കാരും. അതായത് പാട്ടും കഥകളും ഒക്കെ ആയിട്ട് ഒരു മറക്കാൻ പറ്റാനാവാത്ത ഒരു രാത്രിയാണ് കല്യാണത്തലേന്ന് പറയുന്നത്. ഇപ്പോഴും ഈ കാലിക്കറ്റ് ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാണെന്നാണ് പറയുന്നത്. തൃശ്ശൂർ ഭാഗങ്ങളിൽ ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ ഇങ്ങനെ അതുപോലെ കോൺട്രാക്റ്റൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ആർക്കും സമയമില്ല ഇതിന് വീട്ടിൽ സദ്യ ഉണ്ടാക്കാനോ ഇതുപോലെ ഇരിക്കാനോ. എല്ലാവരും ബിസി ഷെഡ്യൂളാണ്. തിരക്കുകൾക്ക് മുകളിൽ തിരക്കായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അല്ലേ. പരസ്പരം സംസാരിക്കാനോ ആൾക്കാരോട് തങ്ങളുടെ സിറ്റുവേഷൻ പങ്കിടാനോ കഥകൾ പറയാനോ പാട്ട് പാടാനോ ഒന്നും ഇപ്പോൾ ഒരാൾക്കും സമയമില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങളാണ് കേട്ടോ. ഒരിക്കലും തിരിച്ചു കിട്ടാനും
സാധ്യതയില്ലാത്ത സംഭവമാണ്. ഓരോ കല്യാണവും ഓരോ ഉത്സവാഘോഷമാക്കി മാറ്റിയിരുന്ന നാളുകളാണ് അന്നൊക്കെ. കണ്ടോ, ഇതൊക്കെ സ്റ്റീൽ ഗ്ലാസ്സാണ് അന്ന് യൂസ് ചെയ്തിരുന്നത്. ആ പന്തൽ കെട്ടിരിക്കുന്നത് കണ്ടോ, മെടഞ്ഞ ഓല. ഇന്നത്തെ പിള്ളേർക്ക് ഓല മെടഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ വല്ലതും അറിയോ? അന്ന് ഓല മെടയാനായിട്ട് പട്ട വെള്ളത്തിൽ കൊണ്ടിട്ട് കുതിർത്ത് അത് പാകമാകുമ്പോൾ അമ്മമാരൊക്കെ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഓല മെടഞ്ഞിരുന്ന ഒരു സമയമുണ്ട്. അന്നൊക്കെ പല വീടുകളും ഓല വീടുകളാണ്. ഞാൻ ആലോചിക്കാം, ഇപ്പൊക്കെ നമ്മൾ ഈ 2 നില 3 നിലയൊക്കെ പണിതിട്ട് അതിൽ വരെ നമ്മൾ സംതൃപ്തരല്ല. സദ്യയൊക്കെ കഴിഞ്ഞ് പയ്യനും പെണ്ണും ഇനി പയ്യൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് ഔട്ടത്തൂരാണ് ഈ സ്ഥലം കേട്ടോ, ഔട്ടത്തൂർ ജംഗ്ഷൻ. ഇതിനെ നാലാംകുടിക്ക് പോവാന്നാണ് പറയുക. അവിടെ ചെല്ലുമ്പോൾ ഇനി പാർട്ടി ഉണ്ട്. ഈ പാർട്ടിയുടെ സാധനങ്ങളാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഇപ്പോഴത്തെ പോലെയുള്ള ചിക്കനും മട്ടനും ബർഗറും ഒന്നല്ല അന്നത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പാക്കറ്റിൽ മിച്ചർ ഉണ്ടാവും, ബിസ്ക്കറ്റ് ഉണ്ടാവും, ലഡു ഉണ്ടാവും, അതുപോലെ ചെറിയൊരു കേക്ക്, പിന്നെ മിഠായി ഉണ്ടാവും, പഴം ഉണ്ടാവും. അത് കണ്ടു നോക്കിട്ടാ. പെണ്ണിനെയും പെണ്ണിൻ്റെ വീട്ടുകാരെയൊക്കെ സ്വീകരിക്കുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. അരിമ്പ് വിട്ട് എല്ലാവരും അകത്തേക്ക് കയറ്റി. ഇനിയിപ്പോൾ പാർട്ടി ടൈമാണ്. ഇനി ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് പെണ്ണിനെയും പയ്യനെയും തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ചടങ്ങ്. അങ്ങനെയാണ് ചടങ്ങ്. ഇപ്പോൾ ഇനിയിപ്പോൾ കാലം ചെല്ലുന്തോറും ഈ ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല. ചെക്കനും പെണ്ണും മാത്രമേ കല്യാണത്തിന് ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ സംഭവത്തി അതാ മുന്തിരി, മിച്ചർ, ലഡു, കേക്ക്, ബിസ്ക്കറ്റ്, മിഠായി, പഴം. ഇതൊക്കെ ഒരു ആർഭാടാണ് കേട്ടോ അന്നത്തെ കാലത്ത്. ഇത്രയ്ക്ക് ഐറ്റംസ് ഒന്നും മുന്തിരി ഒന്നും സാധാരണ ഉണ്ടാവാറൊന്നുമില്ല ചില കല്യാണങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ കൂടി കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറൊക്കെ ഏകദേശം നിറയും. പിന്നെ മിച്ചറൊന്നും കഴിക്കാൻ സാധാരണ അങ്ങനെ നിൽക്കാറില്ല. മിച്ചർ പോക്കറ്റിലെടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം 4 മണിക്ക് ചായയുടെ ഒപ്പം കഴിക്കലുണ്ട്. കണ്ടോ, ഈ ഒരു സന്തോഷം ഇപ്പം നമുക്ക് ചിക്കനും ബർഗറൊക്കെ കഴിക്കുമ്പോൾ കിട്ടും. ഒരു സന്തോഷം, ആ ഒരു സ്നേഹം ആൾക്കാരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അപ്പോഴത്തെ ഒരു സമാധാനം എന്ന് പറയുന്നത് അല്ലേ. ഇതൊന്നും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഓർമ്മകളിൽ മാത്രം ഇങ്ങനെയും ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള കഴിഞ്ഞു പോയ കാര്യങ്ങൾ വിസ്മൃതിയിൽ ആണ്ട് പോയിരിക്കുക അല്ലേ. അതായത് നമ്മൾ 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ 90s കിഡ്സ് മാത്രമല്ല, അതിന് താഴോട്ടുള്ള കാലഘട്ടം മുഴുവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള, ഓലമേഞ്ഞ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുള്ള, ചിമ്മിണി വിളക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചിട്ടുള്ള, ഫാനില്ലാതെ ഉറങ്ങിയിട്ടുള്ള, ചൂട് സമയത്ത് കവുങ്ങിൻ്റെ പട്ട കൊണ്ടുള്ള വിശറി ഉപയോഗിച്ചിട്ടുള്ള, സൈക്കിള് ചവിട്ടാനായിട്ട് 1 രൂപ കൊടുത്ത് വാടകയ്ക്ക് എടുത്തിട്ടുള്ള, സ്കൂൾ പൂട്ടുമ്പോൾ കുഞ്ഞിപ്പനി ഉണ്ടാക്കിയിട്ടുള്ള, വെക്കേഷന് കള്ളനും പോലീസും കളിച്ചിട്ടുള്ള, സ്കൂൾ വിട്ട് മഴ നനഞ്ഞ് ഓടാറുള്ള, അച്ഛനമ്മമാരെ ബഹുമാനിക്കാൻ മാത്രം പഠിച്ചിട്ടുള്ള, 1 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് റോഡരികിൽ കിടക്കുന്ന കശുവണ്ടി പോയി വിറ്റിട്ടുള്ള, കോലൈസ് വാങ്ങിക്കഴിച്ചിട്ടുള്ള, മത്തങ്ങ ബലൂൺ കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് വാശി പിടിച്ചിട്ടുള്ള, പരിപ്പ് കുത്തിപ്പൊടി ഉണ്ടെങ്കിൽ 1 കലം ചോറുണ്ടിട്ടുള്ള, ആർക്കും പകരം പങ്കുവെക്കാനില്ലാത്തൊരു ബാല്യല്ലേ. അന്നൊക്കെ സ്നേഹവും സമാധാനവും മാത്രമായിരുന്നു ജീവിതത്തിൽ. ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് സന്തോഷത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യനും കാലവും ഒക്കെ എത്ര പെട്ടെന്ന് മാറിയതല്ലേ. ആർക്കും ആരോടും സ്നേഹമില്ലാത്തൊരവസ്ഥ, സ്വാർത്ഥതയുടെ ഒരു ലോകമായി മാറിക്കഴിഞ്ഞിരിക്കുക. ഈ ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത് കേട്ടോ. കണ്ടോ, കല്യാണമൊക്കെ കഴിഞ്ഞ് 4 കുടിക്കാരൊക്കെ പോയി തിരിച്ച് പയ്യനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് പെണ്ണിൻ്റെ വീട്ടുകാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കുറച്ച് നല്ല കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കേ.